I am Ennemcien. Problems from Doppler effect and sounds. A vehicle moving towards an observer at a speed of 20 meters per second emits sound of frequency 700 Hz. Assuming the observer as well as the medium at rest and velocity of sound in the medium to be 330 meter per second, find the frequency of sound measured by the observer. This is the question. Doppler effect വളരെ വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇത് ഓർത്തിരിക്കാൻ ഇതിപ്പോൾ ഡോപ്ലർ ഫ്രീക്വൻസി അപ്പാരൻറ്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് ഇൻറ്റു വി മൈനസ് വി എസ് ഈക്വൽസ് ഒറിജിൻ ആക്ച്വൽ ഫ്രീക്വൻസി ഇൻറ്റു വി മൈനസ് വി ഒ. വി എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ വെലോസിറ്റി, വി എസ് എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ വെലോസിറ്റി, സൗണ്ട് സോഴ്സിൻ്റെ വെലോസിറ്റി. വി ഒ എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം കേൾക്കേണ്ട ആളിൻ്റെ വെലോസിറ്റി, ലിസണർ അല്ലെ ഒബ്സർവറുടെ വെലോസിറ്റി. ഇത് ഈ ഫോമിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ നെമോണിക് പറഞ്ഞിട്ടുണ്ട്. പല ആർക്ക് വേണമെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കാം ഓർത്തിരിക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഡോപ്ലർ സോഴ്സ് ഈക്വൽസ് ഒറിജിനൽ ഒബ്സർവർ എന്ന് ഓർത്തിരുന്നാൽ മതി. എളുപ്പ ഫോർമുല എഴുതാം. ഡോപ്ലർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഡോപ്ലർ എന്ന് കേൾക്കുമ്പോഴേ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്നാണ്. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എവിടെ കൊടുക്കണ്ടേ? ഈ ബ്രാക്കറ്റിനകത്ത് വരേണ്ടത് സൗണ്ടിൻ്റെ വെലോസിറ്റി, സോഴ്സിൻ്റെ വെലോസിറ്റി. സൗണ്ടിൻ്റെ വെലോസിറ്റി രണ്ടിടത്തും ഉണ്ട്. വി മൈനസ് വി എസ്, വി മൈനസ് വി ഒ. ഇതിലേതാണ് തിരിച്ചറിയാൻ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഈ ചൊല്ല് പറയുന്നത്. അപ്പോൾ ഡോപ്ലർ സോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസി, ഡോപ്ലർ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന അപ്പാരൻറ്റ് ഫ്രീക്വൻസിയും സോഴ്സിൻ്റെ വെലോസിറ്റിയും ഒന്നിച്ച് വരണം ഇക്വേഷൻ സൈഡിൻ്റെ ഒരു സൈഡിൽ. അപ്പോൾ ഡോപ്ലർ സോഴ്സ് ഈക്വൽസ് ഒറിജിനൽ ഒബ്സർവർ. ഒറിജിനൽ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഫ്രീക്വൻസി എന്ന അർത്ഥം, ഒറിജിനൽ ഫ്രീക്വൻസി. അതിനകത്ത് അതിൻ്റെ കൂടെ ബ്രാക്കറ്റിനകത്ത് വേണ്ട ഒബ്സർവറുടെ വെലോസിറ്റിയാണ് ലിസണർ. പിന്നെ ഓർത്തിരിക്കേണ്ട ഈ സ്റ്റാൻഡേർഡ് വെക്ടർ ഫിഗർ ഓർത്തിരിക്കുക. സോഴ്സിൻ്റെ സൗണ്ടിൻ്റെ വെലോസിറ്റി, സോഴ്സിൻ്റെ വെലോസിറ്റി, ഒബ്സർവറുടെ ലിസണറുടെ വെലോസിറ്റി. ഇത് ഒരേ ഡയറക്ഷനിൽ വരച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഫോർമുല ഇത്. പ്രോബ്ലത്തിനനുസരിച്ച് ഇത് ആവശ്യമുള്ള ചേഞ്ചസ് ഇതിനകത്ത് വരുത്തി ഫോർമുല ടാപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒബ്സർവറെ അല്ല ലിസണറെ സോഴ്സ് അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങ് പിടിച്ചു നിർത്തുക. വി ഒ ഈക്വൽസ് 0. ഇത് പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ തന്നെ സോഴ്സ് അപ്രോച്ച് ചെയ്യുന്നെന്ന് അർത്ഥം വരുന്നുണ്ടല്ലോ. ഫിഗറിൽ മറ്റ് ചേഞ്ച് ഒന്നും വരുത്തണ്ട. അപ്പോൾ വി ഒ 0, വി എസ് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്, വി സൗണ്ടിൻ്റെ വെലോസിറ്റി 330 മീറ്റർ പെർ സെക്കൻഡ്. ഒറിജിനൽ ഫ്രീക്വൻസി എഫ് ഈ 700 ഹെർട്സ്. അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഡോപ്ലർ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദ്യം. എഫ് ഡാഷ് ഈസ് വാട്ട്. അപ്പോൾ ഇക്വേഷൻ എടുക്കേണ്ട എഫ്. അപ്പോൾ ഈ ഇതിനകത്ത് വി ഒ 0 എന്നങ്ങ് എടുക്കുക. അപ്പോൾ എഫ് ഡാഷ് ഈക്വൽസ് എഫ് ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ്. കേട്ടോ, അവിടെ തൊട്ട് എഫ് 700 ഇൻറ്റു വി 330 ബൈ വി മൈനസ് വി എസ് 330 മൈനസ് 20. That is 745.16 Hertz. 745.16 Hertz. That's all. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഈ പ്രോബ്ലം ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ച് പറഞ്ഞത്. ആ ഫോർമുലയൊക്കെ ഓർത്തിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. Another one. A train is passing a station at 80 meter per second, blowing whistle at frequency 512 Hz. Calculate the frequencies received by a person standing some distance away from the track. Take velocity of sound as 340 meter per second. 340 meter per second. ഇപ്പോൾ ഉപയോഗിച്ച ഫോർമുല തന്നെ മതി. ഇവിടെ ഒബ്സർവർ ട്രസ്റ്റില്ല. അപ്പോൾ
ഒബ്സർവർ ഇവിടെ നിൽക്കുക, ട്രാക്കിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോവുക. ഇതിൽ ഇവിടം വരെ ഈ സോഴ്സ് അപ്രോച്ച് ചെയ്യുക ഒബ്സർവറെ. ഇവിടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ റീസീഡ് ചെയ്യുക, അകന്നകന്ന് പോവുക, മൂവിങ് എവേയാണ്. ഇവിടെ എത്തുമ്പോൾ ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ്. ഈ ഒബ്സർവറുടെ ചെവി, ഇയർ ഓഫ് സൈറ്റ്, ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് പൊതുവെ പറയുന്നത്, ലൈൻ ഓഫ് സൈറ്റും ആയിട്ട് പെർപെൻഡിക്കുലറാണ് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് അല്ലെ ട്രെയിനിൻ്റെ വെലോസിറ്റി. അങ്ങനെയുള്ള കേസിൽ ഡോപ്ലർ എഫക്റ്റ് ഇല്ല. ഡോപ്ലർ എഫക്റ്റ് ഈസ് ആബ്സെൻറ്റ് വെൻ the line between the source and the observer and the velocity of the source are mutually perpendicular. അത് ഓർത്തിരുന്ന് കൊള്ളണം. ഒന്ന് ഇത് ചരിഞ്ഞായിരിക്കണം, എന്നിട്ട് അതിന് രണ്ട് കമ്പോണൻസ് എടുക്കും. ആ കമ്പോണൻസിൽ ഒരെണ്ണത്തിൽ ഡോപ്ലർ എഫക്റ്റ്, അത് വെച്ച് ഞാൻ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് നേരത്തെയുള്ള പോസ്റ്റിങ്ങിൽ. അപ്പോൾ ആദ്യത്തെ കേസ് 1 അപ്രോച്ചിങ് എന്ന് പറയും. പഴയ ഫോർമുല മുമ്പേ ചെയ്ത പ്രോബ്ലത്തിലെ ഫോർമുല ഉപയോഗിച്ചാൽ അതിൽ F1, അപ്പോഴത്തെ ഫ്രീക്വൻസി F1 ഈക്വൽസ് F/V/V-VS. ദാറ്റ് ഈസ് F ഇവിടെ 512 ഇൻറ്റു 340/340 മൈനസ് ട്രെയിനിൻ്റെ വെലോസിറ്റി 80 സോഴ്സിൻ്റെ. ആൻസർ ഈസ് 669.5 ഹെർട്സ്. ഇതാണ് ഫ്രീക്വൻസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഫ്രീക്വൻസിയാവും അയാൾ ഒബ്സർവ് കേൾക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നിതാ. രണ്ടാമത്തത് നിയറസ്റ്റ് പോയിൻ്റ്. ആ ട്രെയിൻ അടുത്ത് വന്നു കഴിയുമ്പോൾ അയാളോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ ട്രെയിനിൻ്റെ വെലോസിറ്റി അയാളുമായിട്ടുള്ള ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആവുന്നുണ്ട്. ദർ ഈസ് നോ ഡോപ്ലർ എഫക്റ്റ്. സോ വാട്ട് ഹി ഹിയേഴ്സ് ഈസ് F2. അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി ഈ 512 തന്നെയാണ്. നോ ഡോപ്ലർ എഫക്റ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത റീസീഡിങ്, പിന്നെ ട്രെയിൻ അകന്നു പോകില്ല അയാളിൽ നിന്ന്. അപ്പോൾ ഫോർമുലയിൽ ട്രെയിൻ അകന്നു പോകുന്നു എന്നുള്ള, സോഴ്സ് അകന്നു പോകുന്നു എന്നുള്ള സെൻസ് വരണം. ഒബ്സർവർ ഇവിടെ നിൽക്കുക. VS ഈ ഒറിജിനൽ ഫിഗറിൽ VS ഇങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്ന ആട്ട. അപ്പോൾ അകന്നു പോകുന്നു വരുമ്പോൾ ഈ വെക്ടർ നേരെ തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ആക്കണം എന്നർത്ഥം. കണ്ടോ, പെട്ടെന്ന് ഈ ഫിഗറും ഈ ഫോർമുല ഓർത്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ VS ഈ സ്റ്റാൻഡേർഡ് ഫോർമുലയിലോട്ട് VS അങ്ങ് മൈനസ് എന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഇത് V+VS എന്നാവും. V -VS V+VS ആവും. അത് വെച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ റീസീഡ് ചെയ്യുമ്പോൾ അകന്നകന്ന് പോകുമ്പോൾ F3 ഈക്വൽസ് F/V/V+VS. That is 512 into 340/340 plus 80. Answer is 414.5 ഹെർട്സ്. അപ്പോൾ 3 ഫ്രീക്വൻസി അയക്കാൻ അനുഭവപ്പെടും. അതാണ് അവിടുത്തെ പ്രത്യേകത. Another one, a whistle of frequency 540 Hz rotates in a circle of radius 1 meter at an angular speed of 15 radian per second. What is the lowest and highest frequency heard by a man a long distance away at rest with respect to the center of the circle? Take velocity of sound as 340 meter per second. ഇവിടെ ഈ സൗണ്ടിൻ്റെ സോഴ്സ് ഒരു വിസിൽ കടന്ന് ഇങ്ങനെ സർക്കിളിൽ കറങ്ങുക. വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് 15 റേഡിയൻ പെർ സെക്കൻഡ്. അത് ആംഗുലാർ സ്പീഡ് എന്ന് പറയും. ഒരുത്തനിങ്ങ് വളരെ ദൂരത്തിലുണ്ട്, ഇവിടെ നിന്നും വളരെ അകലെയായിട്ട് ഒരു ഒബ്സർവർ നിൽക്കുന്നത്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം CD ഈ 2 പോയിൻറ്റ്സ് വരുമ്പോൾ ഈ വിസിലിൻ്റെ വെലോസിറ്റി ഇവിടെ വെച്ച് ഇങ്ങോട്ടാണ്. കണ്ടല്ലേ, ഈ ലൈനുമായിട്ട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് ഇല്ല. ഇവിടെ വരുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ലൈനിന് പെർപെൻഡിക്കുലറാണ് ഈ ലൈനിന്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് ഇല്ല. പക്ഷേ ഇതേണ്ടി AB 2 സാധനങ്ങളുണ്ട്.
ഇങ്ങനെയല്ലേ കറങ്ങുന്നത്. എയിൽ വരുമ്പോൾ ഈ വിസിലിൻ്റെ വെലോസിറ്റി ഇവിടുത്തെ ടാൻജൻറ്റിൽ കൂടെ ആണല്ലോ. അതാ വി എസ്. ഇപ്പോൾ ഈ വി എസ് ഈ ഒബ്സർവറിൽ നിന്ന് അകന്നു പോവുക. കണ്ടില്ലേ ഡയറക്ഷൻ. വിസിൽ കറങ്ങി ഈ ബിയിലെത്തുമ്പോൾ ഇതേ വി എസ് ടുവേർഡ്സ് ദി ഒബ്സർവറാണ്. അപ്പോൾ രണ്ട് ഫ്രീക്വൻസി അയാൾ കേൾക്കണം. ഒന്ന് അകന്നു പോകുമ്പോൾ ഉള്ള കേസും രണ്ട് അടുത്ത് വരുമ്പോൾ ഉള്ള കേസും. അപ്പോൾ ആദ്യം വി എസ് കാണണം. വി ഈക്വൽസ് ആർ ഒമേഗ. Here r radius is 1 meter into omega is 15. So velocity of the source is 15 meter per second. Then F1 at A, F1 is F into V by V plus Vs. ഇപ്പോൾ മുമ്പ് ഏത് പ്രോബ്ലം ഉണ്ടല്ലോ. That is 340 into 540. 540 into 340 by 340 plus 15. You get the answer as 517.2 Hertz. ഇതാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി. ഇയാൾ കേൾക്കുന്നത് 540 കുറവല്ലേ. ഇതിൽ കുറഞ്ഞ ഫ്രീക്വൻസി ഇയാൾ കേൾക്കില്ല. സിയിലും ഡിയിലും വെച്ച് ഒറിജിനൽ ഫ്രീക്വൻസിയെ കേൾക്കൂ. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഭാവിയിലായാലും എൻട്രൻസിനൊക്കെ ആണെങ്കിലും വളരെ ഉപകരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ സിയിലും ഡിയിലും വെച്ച് ഒറിജിനൽ ഫ്രീക്വൻസിയുള്ള സൗണ്ടുകൾ കേൾക്കൂ. പക്ഷേ എയിൽ വെച്ച് ലോവസ്റ്റ് ഫ്രീക്വൻസി കേൾക്കുന്നത്. ഇനി ബിയിലെത്തുമ്പോൾ സോഴ്സ് അടുത്തോട്ട് വരുന്ന സന്ദർഭമാണ്. മുമ്പേ കണ്ടതാണ്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് F2 ഈക്വൽസ് F into V by V minus Vs. സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ 540 into 340 by 340 minus 15. ആൻസർ ഈസ് 564.9 Hertz എന്ന് വരും. Another one. A fork of unknown. ഇനി ഇതിൻ്റെ മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ സോണാറ് ട്രാക്കിംഗ് സിസ്റ്റം, പിന്നെ സൗണ്ടിലെ ലൈറ്റിലെ റെഡ് ഷിഫ്റ്റ്. ഐ വിൽ ഡിസ്കസ് ഇറ്റ്. ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരും. A fork of unknown frequency is sounded together with a fork of frequency 512 Hz and beats are heard at 5 per second. 5 per second. The unknown frequency fork is then loaded with a small piece of wax, and when the two forks are again sounded together, number of beats is 7 per second. What is the value of the unknown frequency? Beats പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. വലിയ വ്യത്യാസമില്ലാത്ത രണ്ട് ഫ്രീക്വൻസികളുള്ള സോഴ്സസ് ഒന്നിച്ച് എക്സൈറ്റ് ചെയ്യുമ്പോൾ ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ശബ്ദത്തിൻ്റെ ഉയർന്ന് താഴ്ന്ന് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉയരും, ഇടയ്ക്ക് താഴും. അത് റെഗുലറായിട്ട് കേൾക്കും. അതാ ബീറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഞാൻ ശബ്ദത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്ന അതിന് നമ്പർ ഓഫ് ബീറ്റ്സ് അല്ല, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് പൊതുവെ 10 താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബീറ്റ്സ് തിരിച്ചറിയാൻ പറ്റില്ല. ചെവിയുടെ പെർസിസ്റ്റൻസ് ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ് സ്വഭാവം കൊണ്ട് അവിടെ നല്ല റിവർബറേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ നേരത്തെ വന്ന ശബ്ദം ചെവി തങ്ങി നിൽക്കും. അപ്പോൾ അടുത്തത് വന്നു കഴിയുമ്പോൾ അടുത്ത റൈസ് ഓഫ് ഫോളൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വയ്യ. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 10 കുറഞ്ഞിരിക്കണം. ഇവിടെ അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫ്രീക്വൻസിയുടെയും തമ്മിലുള്ള ഡിഫറൻസാണ് ബീറ്റ്സിൻ്റെ എണ്ണം. ഇപ്പോൾ ഇവിടെ 512 ഒരു അൺനോൺ അപ്പോൾ 512 ഒരു അൺനോൺ ഫ്രീക്വൻസിയും കൂടെ 5 ബീറ്റ്സ് കേൾക്കുന്നതാണ് പറയുന്നിരിക്കുന്നത്. അപ്പോൾ 512 മൈനസ് എഫ്, അൺനോൺ ഫ്രീക്വൻസി എഫ്, അത് +or-5 എന്ന് എഴുതാം. ഒന്നുകിൽ ഇത് 517 ആവാം, അല്ലെങ്കിൽ 507 ആവാം. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് 5. അപ്പോൾ ഇതാ വലുതാണെന്ന് ചെയ്താൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ 512 മൈനസ് എഫ് ഈക്വൽസ് +or-5 എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽസ് ഒന്നുകിൽ 217 അല്ലെങ്കിൽ 517 or 507. ഇതിലേതാ നമുക്ക് അറിയാൻ ഇപ്പോൾ പറ്റില്ല. ഇനിയും
അൺനോൺ ഫ്രീക്വൻസിയിലുള്ള ഫോർക്കിനെ ഒന്ന് ലോഡ് ചെയ്യുക. അല്പം വാക്സ് ആ പ്രോങ്ങിലോട്ട് ഒട്ടിച്ചാൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും. ലോഡിങ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ലോഡ് ചെയ്തിട്ട് വീണ്ടും ഇത് നോൺ ഫ്രീക്വൻസി ആയിട്ടും മറ്റേ ഫോർക്കുമായിട്ട് തന്നെ എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ 7 ബീറ്റ്സ് കേൾക്കാമെന്നാണ് അവർ. അപ്പോൾ പുതിയ ഫ്രീക്വൻസി എഫ് ഡാഷ് എന്നിരിക്കട്ടെ. അപ്പോൾ 512 മൈനസ് എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ±7 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഈക്വൽസ് 519 ഓർ 505. പക്ഷേ ലോഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഒരു ഫോർക്കിൻ്റെ ഫ്രീക്വൻസി കുറയുക എന്ന് പറയുമ്പോൾ ബീറ്റ്സിൻ്റെ ഫ്രീക്വൻസി കുറയണം. അപ്പോൾ എഫ് ഡാഷ് കുറയും. എഫ് എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്തതിന് മുമ്പുള്ള ഫ്രീക്വൻസി, എഫ് ഡാഷിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞുള്ള ഫ്രീക്വൻസിയാണ്. തീർച്ചയായിട്ടും എഫിനേക്കാൾ കുറഞ്ഞിരിക്കണം എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ. ആദ്യം എഫ് ഡാഷ് ഏതൊക്കെയായിരുന്നു? 517, 507. ഇപ്പോൾ 519ഉം 505. അപ്പോൾ എഫ് ഡാഷ് ഇവിടെ 505 എങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഫ്രീക്വൻസി ഏതായിരിക്കണം? അൺനോൺ ഫ്രീക്വൻസി എത്ര വരണം? 507 ഹെർട്സ് ആണ് വരേണ്ടത്. 507 എടുത്തപ്പോൾ 517 507 വരും. അപ്പോൾ 507 ആണ് അൺനോൺ ഫ്രീക്വൻസി. ബാക്കി നമ്മൾ പുറകെ വരും. താങ്ക് യു.